തിരുവനന്തപുരം വഞ്ചിയൂരിൽ യുവ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ സീനിയർ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ബെയ്ലി ദാസിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ നിമിഷങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്ത. അഡ്വക്കേറ്റ് ബെയ്ലി ദാസിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ ഇപ്പോൾ ആ ജാമ്യാപേക്ഷയിൽ വിധി വന്നിരിക്കുന്നു. ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ബെയ്ലി ദാസിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. ജാമ്യം ലഭിക്കാത്ത രീതിയിലുള്ള അത്രമേൽ വലിയ ക്രൂരമായ കുറ്റകൃത്യമാണ് ചെയ്തിരിക്കുന്നത് എന്നും ജാമ്യം ലഭിച്ചാൽ പ്രതി പുറത്തിറങ്ങി സാക്ഷികളെ അടക്കം സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്നുമുള്ള വാദങ്ങൾ തള്ളിക്കൊണ്ട് ബെയ്ലി ദാസിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് വഞ്ചിയൂരിൽ യുവ അഭിഭാഷക ശ്യാമിലിയെ അതിക്രൂരമായി മർദ്ദിച്ച കേസിൽ അഡ്വക്കേറ്റ് തന്നെയായ ബെയ്ലി ദാസിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. ബെയ്ലി ദാസിന് ജാമ്യം, അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ ബെയ്ലി ദാസിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ബെയ്ലി ദാസിന് ജാമ്യം ലഭിക്കരുത് എന്നുള്ള നിലയ്ക്ക് നടത്തിയ എല്ലാ വാദങ്ങളും തള്ളിക്കൊണ്ടാണ് അഡ്വക്കേറ്റ് ബെയ്ലി ദാസിന് ജാമ്യം നൽകിയിരിക്കുന്നത്. ബെയ്ലി ദാസിനെ ബാർ അസോസിയേഷൻ പുറത്താക്കിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾ അഭിഭാഷക സമൂഹത്തിൽ തുടരുന്നുണ്ടായിരുന്നു. ശ്യാമിലി അഭിഭാഷകരുടെ ബാർ അസോസിയേഷൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇതുമായി ബന്ധപ്പെട്ട് സന്ദേശങ്ങൾ നൽകിയിരുന്നു. ആ സന്ദേശം വലിയ രീതിയിൽ വാദപ്രതിവാദങ്ങൾക്കും വിവാദങ്ങൾക്കും ഇടയാക്കിയിരുന്നു. ഇപ്പോൾ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ ബെയ്ലി ദാസിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ നിമിഷങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്തയായിട്ട് നമ്മുടെ മുന്നിൽ വരുന്നത്. അഡ്വക്കേറ്റ് ബെയ്ലി ദാസിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. യുവ അഭിഭാഷകയെ അതിക്രൂരമായി മർദ്ദിച്ച കേസിൽ. അങ്ങനെ അഭിഭാഷകർക്കിടയിലെ ആഭ്യന്തര പ്രശ്നം എന്നുള്ള നിലയ്ക്ക് വളർന്ന ഒന്ന്, അത് കോടതിയിലേക്ക് എത്തിക്കേണ്ടതില്ല. അഭിഭാഷകർക്കിടയിലെ പ്രശ്നം അഭിഭാഷകർ തന്നെ പറഞ്ഞു തീർക്കുകയോ ബാർ അസോസിയേഷൻ ഒത്തീർപ്പാക്കുകയോ ചെയ്യേണ്ടതല്ലേ എന്നുള്ള രീതിയിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഒരു വിഭാഗം ചർച്ച നടത്തിയിരുന്നു. അതിനെതിരെ അതിരൂക്ഷമായിട്ട് ഈ യുവ അഭിഭാഷക പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ യുവ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ ബെയ്ലി ദാസിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ നിമിഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. പ്രതി ബെയ്ലി ദാസിന് ജാമ്യം. വിഷ്ണു കരുണാകരൻ തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നു. വിഷ്ണു കരുണാകരൻ, ബെയ്ലി ദാസിന് ജാമ്യം നൽകിക്കൊണ്ട് കോടതി നിരീക്ഷിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏതൊക്കെ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ജാമ്യം നൽകിയിരിക്കുന്നത്? ഏതൊക്കെയായിരുന്നു വാദം? ജാമ്യം നൽകരുതെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഏതൊക്കെ കാര്യങ്ങളാണ് നിരത്തിയിരുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? മനീഷ്, സീനിയർ അഭിഭാഷകനായ ബെയ്ലി ദാസിന് ഇപ്പോൾ ജാമ്യം നൽകിക്കൊണ്ടുള്ള ഉത്തരവാണ് പുറത്തു വരുന്നത്. തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി 12 ജാമ്യം അനുവദിച്ചത്. യുവ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച കേസിലാണ് ജാമ്യമുള്ളത്. നേരത്തെ തന്നെ വലിയ വാദപ്രതിവാദങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഈ കേസിൽ കഴിഞ്ഞ ദിവസം, അതായത് ശനിയാഴ്ച വാദം പൂർത്തിയായിരുന്നു. എന്നാൽ അന്ന് കേസ് പരിഗണിക്കുന്നതിന് പകരം തിങ്കളാഴ്ചത്തേക്ക് കേസ് മാറ്റുകയായിരുന്നു. ഇന്നാണ് ഇപ്പോൾ ഒരു നിർണായകമായ കേസിൽ വിധി വന്നിരിക്കുന്നത്. ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവാണ്. ബെയ്ലി ദാസിന് ജാമ്യം നൽകാതിരിക്കാൻ പ്രോസിക്യൂഷൻ വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ നടത്തിയിരുന്നു. പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുള്ള ആവശ്യം ബെയ്ലി ദാസ് പ്രതിയായ ബെയ്ലി ദാസ് ക്രൂരമായ മർദ്ദനം നടത്തിയതിന് തെളിവുണ്ട്. അതോടൊപ്പം തന്നെ ബെയ്ലി ദാസ് സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാധ്യതകൾ കാണുന്നുവെന്നാണ്. കേസ് പ്രാരംഭഘട്ടത്തിലായതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിൽ കേസിനെ ബാധിക്കും. സാക്ഷികൾ മൊഴി മാറ്റാനുള്ള സാധ്യതകളുണ്ട്. ബെയ്ലി ദാസിന്റെ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥരാണ്, ഈ ജീവനക്കാർ തന്നെയാണ് ഈ മൊഴി നൽകിയത്. അതുകൊണ്ട് ബെയ്ലി ദാസ് സ്വാധീനിക്കാൻ സാധ്യത വളരെ കൂടുതലാണെന്ന് ചൂണ്ടിക്കാട്ടി. അതുകൊണ്ട് ഇതിൽ നിന്നും അതായത് ഈ ജാമ്യം നൽകുന്നത് അനുവദിക്കരുത് എന്ന് അറിയിച്ചിരുന്നു. എന്നാൽ ബെയ്ലി ദാസിന്റെ സമൂഹത്തിലുള്ള സ്ഥാനവും അതോടൊപ്പം തന്നെ ബെയ്ലി ദാസിന്റെ പൂർവ്വ ഒരു ജീവിത സാഹചര്യവും എല്ലാം കണക്കാക്കി ജാമ്യം നൽകണമെന്നാണ്, ബെയ്ലി ദാസിന്റെ ജീവിത പശ്ചാത്തലം കൂടി കണക്കിലെടുത്ത് ജാമ്യം നൽകണമെന്നാണ് പ്രതിഭാഗത്തിന്റെ ആവശ്യമുണ്ടായിരുന്നത്. അതേസമയം തന്നെ ശ്യാമിലി ബെയ്ലി ദാസിനെ ആക്രമിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. അതോടൊപ്പം തന്നെ ഡോക്ടർ സർട്ടിഫിക്കറ്റും അന്ന് ഹാജരാക്കിയിരുന്നു. എന്നാൽ ഇതിലാണ് കോടതി കൃത്യമായി വിധി പറയാനായി കാത്തിരുന്നത്. കോടതി അത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റുകയായിരുന്നു. ഇന്ന് ജാമ്യം പരിഗണിക്കുമ്പോൾ ഈ വാദപ്രതിവാദങ്ങളിലെ കാര്യങ്ങൾ കൂടി കണക്കിലെടുത്താണ് ബെയ്ലി ദാസിന് ജാമ്യം നൽകിക്കൊണ്ട് ഉത്തരവായിരിക്കുന്നത്. മനീഷ്, എന്തെങ്കിലും വ്യവസ്ഥകളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അതിന്റെ പകർപ്പ് ലഭിച്ചതിന് ശേഷം മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ അല്ലേ വിഷ്ണു കരുണാകരൻ? തീർച്ചയായിട്ടും ഇപ്പോൾ ജാമ്യത്തിന്റെ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇനി ഇതിൽ വ്യവസ്ഥയും കാര്യങ്ങൾ അടക്കമുള്ള വിഷയങ്ങൾ ഇനി അല്പസമയത്തിനുള്ളിൽ മാത്രമാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും അത് കഴിയുമ്പോഴേക്കും ബെയ്ലി ദാസ് ഏതായാലും ഉപാധികളോടുള്ള ജാമ്യം തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. പക്ഷേ അത് എങ്ങനെയാണെന്നുള്ളത് ഇനി മാത്രം അറിയാൻ സാധിക്കുള്ളൂ. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 12 ഈ ഒരു ജാമ്യം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. സ്ത്രീകളെ ആക്രമിക്കൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ, മർദ്ദനം അടക്കമുള്ള വകുപ്പുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് വരികയും ചെയ്തിരുന്നു. എന്തായാലും ബെയ്ലി ദാസിന് ജാമ്യം എന്നുള്ളതാണ് ഈ നിമിഷങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്ത.
തിരുവനന്തപുരത്ത് മോഷണക്കുറ്റം ആരോപിച്ച്